അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 ചൊവ്വാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ EVM-നൊപ്പം 100% VVPAT രസീതുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. നിലവിൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കുന്ന 5 EVM-കളിലെ VVPAT സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. VVPAT സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന് ഇന്ത്യ സഖ്യം നേരത്തെ ആവശ്യം ഉയർത്തിയെന്നും പക്ഷേ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തെ കാണുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സുപ്രീം കോടതി നോട്ടീസിന് പിന്നാലെ ആരോപിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് മാത്രമേ അധികാരം പ്രയോഗിക്കാവൂ എന്നും മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാവൂ എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ചെറിയ കുറ്റകൃത്യങ്ങളെക്കാൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ നൽകണമെന്നും ചന്ദ്രചൂഡ് അഭിപ്രായപ്പെട്ടു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ എത്തിച്ചത്. പ്രത്യേക ഡയറ്റിനുള്ള സൗകര്യവും വായനയ്ക്കായി ഭഗവത്ഗീതയും രാമായണവും ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകവും ലഭ്യമാക്കണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അറസ്റ്റിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി EDക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അധിക വായ്പ എടുക്കാനുള്ള സാഹചര്യം ബോധ്യപ്പെടുത്താൻ കേരളത്തിനായില്ലെന്ന് സുപ്രീം കോടതി. കേസ് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിലാണ് വിമർശനം. 10,722 കോടി കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശമാണ് കോടതിയിൽ തെളിവ് നൽകി ആവശ്യപ്പെടാൻ കഴിയാതെ പോയത്. കേരളം പറയുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ച കാരണമുള്ള പ്രതിസന്ധി കേന്ദ്രത്തിൽ നിന്ന് ഇടക്കാല ആശ്വാസം വാങ്ങാൻ കാരണമാകില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു. കടമെടുപ്പ് കേസിലെ സുപ്രീം കോടതി വിധിയിൽ പിണറായി സർക്കാരിന്റെ കള്ളപ്രചാരണം പൊളിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂട്ടരുടെയും കള്ളപ്രചാരണം പൊളിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേതെന്നും മുരളീധരൻ പറഞ്ഞു. കേസിൽ അവസാന ലാഭം കേസ് വാദിച്ച് 2 കോടി ലഭിച്ച കപിൽ സിബലിന് മാത്രമാണെന്ന് മുരളീധരൻ പറഞ്ഞു. കോടതി ഇടക്കാല ഉത്തരവ് നൽകാത്ത സ്ഥിതിക്ക് ബാലഗോപാലിന്റെ പ്ലാൻ B എന്താണെന്ന് അറിയണമെന്നുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി ഇടപെടാൻ അനുവദിക്കാത്ത തരത്തിൽ ഇടപെടൽ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP ഇപ്പോഴത്തെ രീതിയിൽ വളർന്നുവരാൻ കാരണം കോൺഗ്രസ് നിലപാടിൽ അയവ് വരുത്തിയതാണെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസാണ് BJPക്ക് ഭരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതി വായിക്കുന്നത് ഒരേ കാര്യമാണെന്നും കോൺഗ്രസിനെതിരെ പച്ചക്കള്ളം പറയുന്ന മുഖ്യമന്ത്രി കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരെ RSS നൽകിയിരിക്കുന്നത് 16 കേസുകളാണെന്നും പിണറായി കോൺഗ്രസിനെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കേണ്ടെന്നും സതീശൻ പറഞ്ഞു. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചില്ലെന്നും ആനി രാജയാണ് പോയതെന്നുമുള്ള തരത്തിൽ കള്ളം പറയുന്ന മുഖ്യമന്ത്രി ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. EDയും CBIയും അന്വേഷിച്ചു വരുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിൽ പോകാതെ CPM സൂക്ഷിക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായ ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ BJPയിൽ ചേരുമെന്ന CPMന്റെ നുണപ്രചരണം അവസാനിപ്പിക്കാനാണ് കുടുംബം ഒന്നടങ്കം UDF പ്രചരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും നുണപ്രചാരണങ്ങളിലൂടെയും കള്ളവാർത്തകളിലൂടെയും തന്റെ പിതാവിനെ ഇപ്പോഴും CPM ആക്രമിക്കുകയാണെന്നും ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തി. UDF SDPIയുമായി ധാരണയുണ്ടാക്കിയിട്ടില്ലെന്ന് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അവരുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകി. ബുധനാഴ്ച ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂവെന്ന് MM വർഗീസ് പറഞ്ഞു.
CPM രഹസ്യ അക്കൌണ്ടുകൾ എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കരുവന്നൂരിലും മാസപ്പടിയിലും ഉത്തരമില്ലാത്തവരാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ പ്രചാരണം നടത്തുന്നത്. കരുവന്നൂർ ബാങ്ക് ഇടപാട് സംബന്ധിച്ച വാർത്ത തെറ്റെങ്കിൽ CPM EDക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാന പോലീസിന്റെ ആവശ്യം തള്ളി ധനവകുപ്പ്. കുടിശ്ശിക തീർക്കാൻ 57 കോടി അനുവദിക്കണമെന്നുള്ള ആവശ്യവുമായി സംസ്ഥാന പോലീസ് മേധാവിയാണ് ധനവകുപ്പിനെ സമീപിച്ചത്. 26 കോടി മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത്. പമ്പുടമകൾക്ക് മാത്രം 200 കോടി രൂപ നൽകാനുണ്ട്. അതേസമയം ഭരണാനുമതി ഇല്ലാത്ത കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ലെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം C. രാധാകൃഷ്ണൻ രാജിവെച്ചതിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധം തെറ്റെന്ന് അക്കാദമി പ്രസിഡന്റ് മാധവ് കൌശിക്. സാംസ്കാരിക മന്ത്രി അർജുൻ റാം മെഗ്വാൾ എഴുത്തുകാരനാണെന്ന് മാധവ് കൌശിക് വിശദീകരിച്ചു. അക്കാദമിയിലെ രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചാണ് C. രാധാകൃഷ്ണൻ രാജിവെച്ചത്. രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയും നാളെ ഉണ്ടാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള മലേഷ്യൻ എയർലൈൻസ് സർവീസുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസമുണ്ടായിരുന്ന മലേഷ്യൻ എയർലൈൻസിന്റെ തിരുവനന്തപുരം കൊലാലംപൂർ സർവീസ് ആഴ്ചയിൽ 4 വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി മതവിശ്വാസത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്നാരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ് പരാതി നൽകിയത്. മാർച്ച് 30 ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ശ്രീറാമിന്റെ പേര് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് പരാതി. കേരളത്തിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ UDFന്. ലക്നൌവിൽ ചേർന്ന യോഗത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് നിർദ്ദേശം നൽകിയതായി സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സജി പോത്തൻ തോമസ് അറിയിച്ചു. റാന്നിയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വട്ടപ്പാറ സ്വദേശി ബിജു മാത്യുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യും. 10 ലക്ഷം രൂപ ഇന്നലെ തന്നെ നൽകാൻ തീരുമാനമായിരുന്നു. മക്കളിൽ ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കും. താൽക്കാലിക ജോലി ഉടൻ നൽകും. ബിജുവിനെ ആക്രമിച്ച കാട്ടാനയെ വെടിവെച്ചു കൊല്ലാനും യോഗം ശുപാർശ ചെയ്തു. വയനാട് സുഗന്ധഗിരിയിൽ നിന്ന് 20 മരങ്ങൾക്ക് പകരം 71 മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. വീടുകൾക്കും റോഡിനും ഭീഷണിയായ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ തടികൾ കടത്തിയത് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണെന്നാണ് ആരോപണം. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 5 വരെ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓട്ടിസം ബാധിതനായ 16-കാരനെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി R. ബിന്ദു. 2 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. തിരുവനന്തപുരം സെയിന്റ് ആൻസ് കോൺവെന്റിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്നേഹഭവനിലെ സിസ്റ്റർ മർദ്ദിച്ചുവെന്നാണ് പരാതി. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ AAP നേതാക്കളും മന്ത്രിമാരുമായ അതിഷി മർലേനയുടെയും സൌരഭ് ഭരദ്വാജിന്റെയും പേര് പറഞ്ഞതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡൽഹി മന്ത്രിമാരായ ഇവർക്ക് കേസിൽ ബന്ധമുള്ളതായിട്ടാണ് കെജ്രിവാൾ പറഞ്ഞതെന്നാണ് ED കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗ്യാൻവാബിയിലെ തെക്കൻ നിലവറയിലെ പൂജ സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിലവറയിലെ പൂജ പള്ളിയിലെ നിസ്കാരത്തിന് തടസ്സമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തൽക്കാലം രണ്ടും തുടരട്ടെ എന്ന് വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. വൈദ്യുതി നിരക്കിൽ കുറവ് വരുത്തി കർണാടക ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. നിരക്ക് മാറ്റം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. യൂണിറ്റിന് ₹1.10 കുറച്ചത്. 15 വർഷത്തിനിടെ ആദ്യമായാണ് കർണാടകയിൽ വൈദ്യുതി നിരക്ക് കുറയുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ BJPക്കൊപ്പം ചേർന്നത് ആത്മഹത്യ ചെയ്തതിന് തുല്യമെന്ന് CPM ബീഹാർ സംസ്ഥാന സെക്രട്ടറി ലലൻ ചൌധരി.
നിതീഷിന് വിശ്വാസ്യത നഷ്ടമായി കഴിഞ്ഞു. ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന BJPക്ക് എതിരെ ജനങ്ങൾ പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അരുണാചൽ അതിർത്തി പ്രദേശങ്ങളിലെ 30 സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദത്തോടെ ചൈന പേര് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ. അരുണാചലിലെ സ്ഥലപ്പേരുകൾ ചൈന മാറ്റിയതിനെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്നും അരുണാചൽ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ചൈന സ്ഥലപ്പേരുകൾ മാറ്റിയതോടെ യാഥാർത്ഥ്യം അല്ലാതാകുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരായ പ്രതിഷേധത്തെ വിമർശിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവരുടെ ഭാര്യമാരുടെ കൈവശമുള്ള ഇന്ത്യൻ സാരികൾ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാത്തത് എന്നും വ്യക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമർശിച്ചു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറടക്കം 8 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിച്ചു. 1-ാം ക്ലാസ് ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ മലയാളിയും കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമായ P. രവിയച്ചൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് 27 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിനെ തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എടുത്തു. 3 മുൻനിര ബാറ്റർമാരെ പുറത്താക്കിയ ട്രെന്റ് ബോൾട്ടാണ് മുംബൈ ഇന്ത്യൻസിന്റെ നടുവൊടിച്ചത്. ചെറിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ 54 റൺസ് എടുത്ത റിയാൻ പരാഗിന്റെ കരുത്തിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഇതോടെ 3 കളികളിൽ 3 ജയിച്ച രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ കളിച്ച 3 കളിയും തോറ്റ മുംബൈ അവസാന സ്ഥാനത്താണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.